ഇടുക്കിയിൽ പുതുവർഷ തലേന്ന് കുടിച്ചു തീർത്തത് 4.5 കോടിയുടെ മദ്യം. ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ മാത്രം കണക്കാണിത്. ഇത്തവണയും കട്ടപ്പനയാണ് മദ്യവിൽപ്പനയിൽ മുമ്പിൽ. 44,22,190 രൂപയുടെ മദ്യവിൽപ്പനയാണ് കട്ടപ്പന ഔട്ട്ലെറ്റിൽ നടന്നത്. 8.5 ലക്ഷം രൂപ മാത്രം വിൽപ്പന ഉണ്ടായിരുന്ന വെള്ളത്തൂവൽ ഔട്ട്ലെറ്റാണ് ഏറ്റവും പിന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി ചേരുന്നുണ്ട്. അനീഷ്, മദ്യവിൽപ്പനയിൽ ഇത്തവണയും ഇടുക്കി റെക്കോർഡിട്ടിരിക്കുന്നു. അതിൽ തന്നെ കട്ടപ്പന ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന ഇത്തവണ നടന്നത് എന്നറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അനീഷ്? ഷിബിൻ, 4,46,95,550 രൂപയുടെ മദ്യമാണ് ഇടുക്കിയിൽ ഈ പുതുവത്സര തലേന്ന് വിൽപ്പന നടത്തിയത്. ഇത് ഈ ജില്ലയിലെ 20 ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ മാത്രം കണക്കാണ്. ബാറുകളിലെ വിൽപ്പന കൂടി കണക്കാക്കുമ്പോൾ ഏതാണ്ട് 10 കോടിയിലധികം രൂപയുടെ മദ്യം ജില്ലയിൽ മാത്രം വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ബിവറേജസ് കോർപ്പറേഷന്റെ വിലയിരുത്തൽ. കട്ടപ്പന ഔട്ട്ലെറ്റിലാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏറ്റവും അധികം വിൽപ്പന നടന്നത്. 44 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നത്. തൊടുപുഴ ഔട്ട്ലെറ്റാണ് തൊട്ടു പിന്നിൽ. 28 ലക്ഷം രൂപയിലധികം വിൽപ്പന നടത്തി തൊടുപുഴ 2ാം സ്ഥാനത്ത് എത്തുകയായിരുന്നു. തൂക്കുപാലത്ത് 25.5 ലക്ഷം രൂപയുടെ വിൽപ്പനയും രാജാക്കാട് 25 ലക്ഷം രൂപയുടെ വിൽപ്പനയും നടത്തി 3ഉം 4ഉം സ്ഥാനത്ത് ഉണ്ട്. തടിയമ്പാടാണ് 5ാം സ്ഥാനത്ത്. ഇവിടെ 24 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. മൂന്നാർ, കുഞ്ചിത്തണ്ണി, കൊച്ചറ ഔട്ട്ലെറ്റുകളിൽ 20 ലക്ഷത്തിലധികം രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ഇത് താരതമ്യേന കഴിഞ്ഞ വർഷത്തേക്കാൾ ഉയർന്ന വിൽപ്പനയാണ് ഈ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച ഔട്ട്ലെറ്റുകളിൽ നടന്നതെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ ഈ മൂന്നാർ 2ാം ഔട്ട്ലെറ്റ്, തൊടുപുഴ 2ാം ഔട്ട്ലെറ്റ്, കരിമണ്ണൂർ, മറയൂർ, കുഞ്ചിത്തണ്ണി, ഉപ്പുതറ, വാഴക്കുളം ഔട്ട്ലെറ്റുകളിൽ 15 ലക്ഷത്തിനും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ വിൽപ്പന നടന്നതായാണ് കണക്ക്. മൂലമറ്റം, പൂപ്പാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിൽ വിൽപ്പന നടന്നിട്ടുണ്ട്. 8.5 ലക്ഷം രൂപ വിൽപ്പന നടത്തിയ വെള്ളത്തൂവലാണ് ഏറ്റവും പിന്നിലുള്ളത്. 9.5 ലക്ഷം രൂപ വിൽപ്പന നടന്ന കഞ്ഞിക്കുഴി ഔട്ട്ലെറ്റാണ് പിന്നിൽ നിന്നും 2ാം സ്ഥാനത്തുമുള്ളത്. മുൻ വർഷത്തേക്കാൾ 44 ലക്ഷം രൂപയുടെ വർധനവ് ഇത്തവണ ഉണ്ടായെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ ഒരു കണക്ക്. ഇതേപോലെ തന്നെയായിരുന്നു ഈ ക്രിസ്മസ് തലേന്നും ക്രിസ്മസ് വിൽപ്പനയിലും ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നടന്നത്. വളരെ വലിയ ഒരു വിൽപ്പന തന്നെയാണ് ക്രിസ്മസ് ദിനത്തിലും അതുപോലെ തന്നെ ന്യൂ ഇയർ ദിനത്തിലും ന്യൂ ഇയർ തലേന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഷിബിൻ.